എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ടെക് സവാരിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ എപ്പോഴും കാണുന്നതിൽ നിന്നും. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മറ്റൊന്നിനെക്കുറിച്ചുമല്ല, ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ചാണ്. ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ച് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളെ കുറിച്ചും ഇ കൊമേഴ്സ് ബിസിനസ്സിനെ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഈ ശൃംഖലയിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ചാണ്. സ്റ്റേ ട്യൂൺ വിത്ത് ടെക് സവാരി. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ചാണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് തുടങ്ങാം. എന്നാൽ ഈ ഇ കൊമേഴ്സ് വെബ്സൈറ്റിന് വേണ്ടുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങേണ്ട, അതുപോലെ തന്നെ നമ്മളുടെ വെബ്സൈറ്റ് ത്രൂ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഈ പ്രോഡക്റ്റ് തിരിച്ച് നമ്മളായിട്ട് അയച്ചു കൊടുക്കുകയും വേണ്ട. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മളുടെ വെബ്സൈറ്റിനെ മാത്രം നമ്മൾ മാർക്കറ്റ് ചെയ്യുക? ഇതിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് മറ്റൊരു കമ്പനിയുടെ ആയിരിക്കും. പർച്ചേസ് ചെയ്യുന്നത് നമ്മളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നവർ, പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നത് നമ്മളുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ ഓണേഴ്സ്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സെക്ഷൻ ആയിരിക്കും അത് അയച്ചും കൊടുക്കുക. എങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിന് ചില ഗുണങ്ങളുമുണ്ട്, എന്നാൽ ചില പോരായ്മകളുമുണ്ട്. രണ്ട് കാര്യങ്ങളും നമ്മളിന്ന് മനസ്സിലാക്കണം. ഡ്രോപ്പ് ഷിപ്പിംഗ് ആർക്കൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരു വെബ്സൈറ്റ് തുടങ്ങുക, അതായത് ഷോപ്പിഫൈ സൈറ്റിൽ ഒരു വെബ്സൈറ്റ് തുടങ്ങുക, ചെറിയൊരു എമൗണ്ട് നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി, മേ ബി ഒരു $100 അല്ലെങ്കിൽ ഒരു $200, ഒരു 10,000 രൂപ നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി മാത്രം കരുതി വെക്കുക. ഇവിടെ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ആലിബാബ, അലി എക്സ്പ്രസ് ഇതുപോലുള്ള വെബ്സൈറ്റുകളിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ $2, $5 ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റുകളെ നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിൽ കൊണ്ട് പ്ലേസ് ചെയ്യാൻ സാധിക്കും. അതായത് അതിൻ്റെ ഇമേജസ്, അതിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ. പക്ഷേ അവരവിടെ കൊടുത്തിരിക്കുന്നത് $2, $5 ആയിരിക്കാം. നമ്മളുടെ സൈറ്റിൽ കൊടുക്കാൻ പോകുന്നത് $10 ആയിരിക്കാം, ചിലപ്പോൾ $15 ആയിരിക്കാം. ഇങ്ങനെ നമ്മളുടെ വെബ്സൈറ്റ് നമ്മൾ ഫേസ്ബുക്കിലൂടെ നമ്മൾ പ്രൊമോഷൻ ചെയ്യുകയോ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ ഏത് പ്രൊമോഷനിലൂടെയും നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. നമ്മൾ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു ട്രാഫിക് വരികയും അതിൽ നിന്ന് ആരെങ്കിലും ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നു. പർച്ചേസ് ചെയ്യുമ്പോൾ $15 നമ്മൾ കൊടുത്തിരുന്ന എമൗണ്ട് അവർ പേ ചെയ്യുന്നു. നമുക്ക് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നു. ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് നമ്മളുടെ കയ്യിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ച്, ആലിബാബയിലായിരുന്നു ആ പ്രോഡക്റ്റ് എങ്കിൽ നമ്മൾ ആലിബാബയിൽ പോയി നമ്മുടെ അക്കൗണ്ട് ഉപയോഗിച്ച് ഈ കസ്റ്റമറുടെ പേരിൽ നമ്മൾ പ്രോഡക്റ്റ് ബുക്ക് ചെയ്ത് എമൗണ്ട് നൽകുന്നു. $15 നമുക്ക് കിട്ടിയ എമൗണ്ടിൽ നിന്നും നമ്മൾ ആലിബാബയിൽ കൊടുക്കേണ്ടത് ചിലപ്പോൾ $5 അല്ലെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഒരു $7, $8 ആയിരിക്കാം. ബാക്കി എമൗണ്ട് എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രോഫിറ്റ്. ഇതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. നമുക്കിനി ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രോപ്പ് ഷിപ്പിങ്ങിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവ് എമൗണ്ട് മതി, ലെസ് എമൗണ്ട് മതി എന്നുള്ളതാണ് ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മൾ ഇതിനായി പ്രോഡക്റ്റ് വാങ്ങുകയോ, അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു വെയർ ഹൗസ് ഉണ്ടാക്കുകയോ, പ്രോഡക്റ്റ് സ്റ്റോക്ക് ചെയ്യുകയോ, സ്റ്റാഫിനെ വെക്കുകയോ, ഇങ്ങനെ യാതൊരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് ഇതുപോലൊരു ഇ കൊമേഴ്സ് സൈറ്റ് റൺ ചെയ്യാനായിട്ട്, ഡ്രോപ്പ് ഷിപ്പിംഗ് പോലുള്ള ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് റൺ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം വരുന്നില്ല. കാരണം ഡ്രോപ്പ് ഷിപ്പിങ്ങിന് വേണ്ടുന്ന പ്രോഡക്ട്സ് നമ്മൾ മറ്റൊരു കമ്പനിയിൽ നിന്നാണ് നമ്മളുടെ സൈറ്റിലേക്ക് കോപ്പി ചെയ്തിടുന്നത്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിനെ സെയിൽ ചെയ്തതിന് ശേഷം നമ്മൾ ആ കമ്പനിയിലേക്ക് പ്രോഡക്റ്റ് കൊടുക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ലാപ്ടോപ്പ് വേണ്ടി വരും, നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണ്ടി വരും, നമുക്ക് അത്യാവശ്യം നല്ല ഒരു വെബ്സൈറ്റ്, പിന്നെ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റുകളെ മാർക്കറ്റ് ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 10,000 രൂപ, ഒരു 5,000 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് ത്രൂ നമുക്ക് നമ്മളുടെ ഈ പ്രോഡക്റ്റുകളെ മാർക്കറ്റ് ചെയ്യാം. മാർക്കറ്റ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ഗുണങ്ങളുണ്ട്. നമുക്ക് US മാത്രമായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫേസ്ബുക്കിലുണ്ട്. നമുക്ക് ഓരോരോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നമുക്ക് പ്രോഡക്റ്റുകളെ പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചില പ്രോഡക്റ്റുകൾ US കൂടുതലായിട്ടും വിറ്റഴിഞ്ഞ് പോകുന്നത്. അതുകൊണ്ട് US മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ നാട്ടിലിരുന്ന് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും.
ഇതാണ് ഇതുപോലുള്ള ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. ഇനി നമുക്ക് ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. കാരണം ഏതൊരു കാര്യത്തിനും കുറച്ച് നല്ല കാര്യങ്ങളും ഉണ്ടാവും, ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും. എന്നാൽ ആ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ മാർജിൻ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളുടെ അടുത്ത് $5 പറയുന്ന ഒരു പ്രോഡക്റ്റിനെ $10 എന്ന് പറഞ്ഞ് നമ്മൾ ഇടുന്നു, അല്ലെങ്കിൽ $15 എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതേ പ്രോഡക്റ്റിനെ മറ്റു കമ്പനികളും മാർക്കറ്റ് ചെയ്യുന്നുണ്ടാവാം. അവർ ചിലപ്പോൾ $6 $7 ഒക്കെ ആയിരിക്കാം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സാണ് അവർ. അപ്പോൾ അവർക്ക് തത്തുല്യമായിട്ടുള്ളൊരു എമൗണ്ട് മാത്രമേ നമുക്കും കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ചില സാഹചര്യങ്ങളിൽ എവിടെയാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മൾ 2-3 സപ്ലയേഴ്സിൻ്റെ പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ആലിബാബയിൽ നിന്നും ആമസോണിൽ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സൈറ്റുകളിൽ നിന്നും നമ്മുടെ സൈറ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു കസ്റ്റമർ നമ്മളുടെ സൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ ആലിബാബയിലെയും ആമസോണിലെയും മറ്റേതെങ്കിലും സൈറ്റിലെയും കൂടെ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കാം നമ്മളുടെ സൈറ്റിലൂടെ അവർ വാങ്ങുന്നത്. ഓർഡർ കിട്ടിയതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുന്നത് ഈ കസ്റ്റമർ ഒരു തവണയല്ലേ പേ ചെയ്യുകയുള്ളൂ. ഈ 3 പ്രോഡക്റ്റ് നമ്മളല്ലേ അയച്ചു കൊടുക്കേണ്ടത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഡക്റ്റിന് 3 സൈറ്റുകളിലേക്ക് നമ്മൾ പോയി ഓർഡർ കൊടുക്കേണ്ടതായിട്ട് വരും. 3 സൈറ്റിൽ പോകുമ്പോഴും നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരാനുള്ള ചാൻസ് ഉണ്ട്. 3 സൈറ്റിലും ആലിബാബയിലും നമ്മളൊരു ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും, ആമസോണിലും ഒരു ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും, ആലി എക്സ്പ്രസ്സിലും ഒരു ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ ഈ 3 പേര് നമ്മളുടെ അടുത്തുനിന്ന് ചാർജ് ചെയ്ത ഷിപ്പിംഗ് ചാർജ് നമുക്ക് കസ്റ്റമറുടെ അടുത്തുനിന്ന് ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ കസ്റ്റമർ നമ്മൾ ഓവർ ചാർജ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുകയും നമ്മുടെ സൈറ്റിൽ നിന്ന് അവർ സ്കിപ്പായി പോകാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. കഴിവതും നമ്മൾ ഒരു സപ്ലയറിൽ നിന്ന് മാത്രമുള്ള പ്രോഡക്റ്റ്സ് നമ്മളുടെ സൈറ്റ് വഴി മാർക്കറ്റ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻട്രി ഇഷ്യൂസാണ്. ഇൻവെൻട്രി ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റിൽ നമ്മളൊരു 10 മൊബൈൽ ഫോൺ ആഡ് ചെയ്തിരിക്കുന്നു. ആലിബാബയിൽ ഒരു 10 മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, നമ്മൾ നമ്മുടെ സൈറ്റിൽ ഒരു 10 മൊബൈൽ ഫോൺ ആഡ് ചെയ്തു. ആലിബാബയിലൂടെ അവരുടെ മറ്റു കസ്റ്റമേഴ്സ് ആലിബാബയിലൂടെ ഈ 10 പ്രോഡക്റ്റും വാങ്ങിപ്പോയി. നമ്മളിത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സൈറ്റുകളും ഇതറിയാനുള്ള ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ സപ്ലയേഴ്സ്, അതായത് അവരാരും ഈ പ്രോഡക്റ്റ് തീർന്നോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറില്ല. അപ്ഡേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷനൊക്കെ ഉണ്ട്. അവരുടെ പ്രോഡക്റ്റ് തീരുമ്പോൾ നമുക്കറിയാനുള്ള സൊല്യൂഷനൊക്കെ ഇതിലുണ്ട്. പക്ഷേ പല കമ്പനികളും ഇത് വ്യക്തമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറില്ല. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാത്തതിനാൽ നമ്മുടെ ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് സൈറ്റിൽ ഒരു ഓർഡർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഡർ നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ മാത്രം അത് പ്ലേസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇല്ലെങ്കിൽ ഈ കമ്പനിയിൽ അത് വീണ്ടും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. നമുക്ക് വീണ്ടും സ്റ്റോക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കസ്റ്റമറുടെ ഭാഗത്തു നിന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് കൂടാതെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്, ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മളുടെ സൈറ്റ് അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്ത്, അതായത് പാക്ക് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ത്രൂ അല്ല, നമ്മളതിനെ കാണുന്ന പോലുമില്ല, നമ്മളതിനെ ഫിസിക്കലി നമ്മളതിൻ്റെ പ്രസൻസ് പോലും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് അയക്കുന്നതിലുള്ള എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിലോ, അതെന്തെങ്കിലും ബ്രോക്കൺ ആവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഡാമേജ് ആവുകയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്സ് മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മളായിരിക്കും അതിനുള്ള ഉത്തരവാദിയും. ഇതൊക്കെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ്. എന്നാൽ ഒരു പരിധിവരെ നമ്മൾ ഈ പ്രോഡക്റ്റുകളെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിപരമായി സെലക്ട് ചെയ്യുകയും ടാർഗറ്റ് ചെയ്ത് പ്രോഡക്റ്റുകളെ വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ നല്ല സക്സസ് ആവാൻ പറ്റും. എടുത്ത് ചാടി ചെയ്യേണ്ട ഒരു പ്രോസസ്സല്ല ഡ്രോപ്പ് ഷിപ്പിംഗ്. വളരെ ശ്രദ്ധിച്ച് ദീർഘമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്തത് ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ചാണ്. ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് തുറക്കുന്നവർക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെ ഒരു ശൃംഖലയിലൂടെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അവരുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡ്രോപ്പ് ഷിപ്പിങ്ങിലുള്ള കുറച്ച് പോരായ്മകളും നമ്മളിന്ന് ചർച്ച ചെയ്തു. നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം. ഇതുപോലുള്ള ഡിജിറ്റൽ അപ്ഡേറ്റ്സും അതുപോലുള്ള ഡിജിറ്റൽ രംഗത്തുള്ള മാറ്റങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യും. വീണ്ടും മറ്റൊരു വിശേഷവുമായി കാണാം. ടിൽ ദെൻ ബൈ. സുബിൻ.